ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മാങ്ങ പിച്ചുന്ന വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലെ മാങ്ങയെല്ലാം കുറച്ച് നല്ല വിളഞ്ഞു നിൽക്കുന്നു. അത് നമുക്കിത് പഴുപ്പിക്കാൻ വേണ്ടി എങ്ങനെ തറയിൽ വീഴാത്ത രീതിയിൽ പിച്ചാം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു നമുക്ക് വലിയ ലെങ്തുള്ള കമ്പൊന്നും കിടപ്പില്ല, ഒരു പൈപ്പ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ആമിക്കുട്ടിയുണ്ട്. നമ്മൾ എന്നിട്ട് ഒരു നെറ്റ് മേടിച്ചിട്ടുണ്ട്. ഇത് 80 റുപ്പീസാണ് വരുന്നത്. ഇത് മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്. ഇത് നമുക്കപ്പോൾ മാങ്ങ തറയിൽ വീഴാത്ത രീതിയിൽ പിച്ചാം. ഒരു പിച്ചാത്തി നമ്മളിതിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഒരു PVC പൈപ്പും ഒക്കെയാണ് നമ്മളിതിനെ എടുത്തിട്ടുള്ളത്. വേറെ ലെങ്തുള്ളതൊന്നും കിട്ടിയില്ല. ഇതൊക്കെയുള്ളത് ലെങ്തുള്ള കമ്പൊന്നും നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല. അങ്ങനെ ഒരു PVC പൈപ്പും അല്ലാതെ ഒരു ലെങ്തുള്ള ഒരു മെറ്റലിൻ്റെ പൈപ്പുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് മാങ്ങ വെച്ചാല നല്ല വിളഞ്ഞ് മാങ്ങ പിച്ചണം. ഇല്ല അണ്ണാമാരും വന്ന് പിച്ചിക്കൊണ്ട് പോവല്ലേ. എന്തോ ചെയ്യൂ അച്ഛാ, നമുക്ക് മാങ്ങ പിച്ചാം. അങ്ങനെ നമ്മൾ കുറച്ച് ഒരു പൈപ്പും കൂടെ ഒക്കെ വെച്ച് ലെങ്ത് കൂട്ടുകയാണ്. അങ്ങനെ ആമിക്കുട്ടിയുടെ ആവശ്യപ്രകാരം നമ്മൾ ഈ മാങ്കോ കുറച്ച് പഴുക്കുമ്പം തന്നെ ഈ വവ്വാല് അല്ല അണ്ണാൻ ഇതെല്ലാം വന്ന് അന്നേരം കടിച്ച് ഇത് വേസ്റ്റായി കളയുകയാണ്. അങ്ങനെ നമ്മൾ പിച്ചാൻ പോവുകയാണ്. അച്ഛ വീഴാതെ പിച്ചച്ച, വേഗം പിച്ചച്ച, ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം. അച്ഛ വേഗം പിച്ചച്ച, ഞാനും ഹെൽപ്പ് ചെയ്യാം. അച്ഛ നമ്മൾ ഏത് മാങ്ങ പിച്ചും കണ്ടു വെച്ചിട്ടുണ്ടോ നിങ്ങള്? വഴുതു നോക്കി പിച്ചച്ച, താഴെ വീഴരുത്. അങ്ങനെ ഞാൻ എടുക്കാൻ പോവുകയാണ് ഗായ്സ്. നല്ല മാങ്ങയാണ്. അത് പിച്ചാത്തി ഉണ്ട്, പിച്ചാത്തി കൈ കൊള്ളാത്ത രീതി എടുക്കണേ മോളെ. ഓക്കേ അച്ഛാ. നല്ല വല്ല എത്ര ഒരു ½ kg ആണോ തോന്നുന്നു, വലിയ മാങ്ങയാണ്. അടുത്ത മാങ്ങ പിച്ചുകയാണ് ഗായ്സ്. നമുക്ക് എങ്ങനെയാന്ന് തോന്നുന്നു. കണ്ട നമുക്ക് ഇതേ രീതിയിലാകുമ്പോൾ മാങ്കോ താഴെ വീഴാതെ നമുക്ക് പിച്ചിട്ട് പഴുപ്പിക്കാനൊക്കെ എടുക്കാം. വേഗം പിച്ചു. എന്താണ് വെയിറ്റ് ചെയ്യാൻ സമയമില്ല, ഭയങ്കര ചൂട്. അങ്ങനെ പിച്ചുകയാണ് ഗൈസ്. പിച്ച് ഗൈസ്. അങ്ങനെ ഞങ്ങൾക്ക് വലിയ മാങ്ങയൊക്കെയാണ് കിട്ടിയ ഗൈസ്. നമുക്കിനി പഴുപ്പിച്ചിട്ടൊക്കെ കഴിക്കണം. അതൊന്നും പഴുക്കത്തില്ല, എല്ലാം പച്ചയാണ്, ഒന്നും പഴുത്തതിട്ടില്ല. അച്ഛന്താ 3 ഒരുമിച്ച് പിച്ച് ഗൈസ്. കൊള്ളാം. 3 ഇതിട്ട് ഇതാണെങ്കിൽ ഇതായോണ്ട് ഇത് കിട്ടത്തില്ല. ഉപ്പമ്മ കണ്ട ഒരുപാട് മാങ്ങ കിട്ടി ഗൈസ്. അടുത്തത് മാങ്ങ പിച്ചുകയാണ്. ഈ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മാങ്കോ താഴെ വീഴാത്ത രീതിയിൽ പിച്ചി എടുത്ത് പഴുപ്പിക്കാവുന്നതാണ്. അതെ ഗൈസ്, അങ്ങനെ പിച്ചുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങളും ഇതെല്ലാം ഈ രീതി ട്രൈ ചെയ്ത് നോക്കുക മാക്സിമം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൂപ്പർ അടിപൊളി മാങ്ങാള്. ഓക്കെ, ബൈ ബൈ.